ആധുനിക ഗവേഷണങ്ങളൊക്കെ നടത്തിയിട്ടേ വളരെ വ്യത്യസ്തമായ രീതിയിൽ വെറൈറ്റി മസാല തയ്യാറാക്കിയ ഒരു കോഴിപ്പറ്റാണ് ഇതാ കയ്യിൽ കൊണ്ട് ഇതേപോലെ എടുത്ത് കാണിക്കണം. കണ്ടാ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് കഴിക്കാൻ തോന്നും. അത്രയും ടേസ്റ്റുള്ളൊരു കോഴിപ്പറ്റാണ്. ഇതിന് മുമ്പ് ഞാൻ 2-3 ചിക്കൻ പറ്റിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അതും വളരെ വ്യത്യസ്തമായ രീതിയിലാണ് ഉണ്ടാക്കിയിരിക്കണം. വെറൈറ്റി മസാലയാണ് അതും. അപ്പോൾ എപ്പോഴും ഒരേ തരത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ശരിയാവില്ലല്ലോ. കാരണം നിങ്ങളുടെ വീട്ടിൽ ചിക്കൻ മേടിക്കുമ്പോൾ പലതരത്തിലും പല ടേസ്റ്റിലും കെട്ടിയമാർക്കും മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കണ്ടേ. അപ്പോൾ അതുകൊണ്ടിട്ടൊക്കെയാണ് ഞാനിങ്ങനെ ഓരോന്ന് ഗവേഷണ നിരീക്ഷണങ്ങളൊക്കെ നടത്തിയിട്ട് കണ്ടുപിടിച്ചുകൊണ്ട് വരുന്നത്. 2 കോഴിയുണ്ട നമ്മളിപ്പോൾ വാങ്ങിച്ചേക്കണം. ബീഫ് കട്ടിങ്ങിൻ്റെ രീതിയിലാണ് കട്ട് ചെയ്തേക്കണം. കഴുകി വൃത്തിയാക്കിയതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും കൂടി അങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ട് ഇതേപോലെ അങ്ങോട്ട് കുഴച്ചെടുത്തോട്ടാ. റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആൾക്കാർക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. പക്ഷെ ഞാനൊന്നും വെക്കണമെന്നില്ല. കാരണം ഇത് നിർബന്ധമൊന്നുമില്ല. പിന്നെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ മസാലയൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റും കൂടി ആയിരിക്കും. ഇനി ഞാൻ ഉരുളിയിലേക്ക് ഇച്ചിരി കോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 15ഓളം വറ്റൽമുളക് എരിവുള്ളതാണ്. 2 ടേബിൾ സ്പൂൺ പച്ചമല്ലി ചേർത്ത് കൊടുത്ത് ഇച്ചിരി കോളം കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം, പിന്നെ ഒരു കുഞ്ഞിക്കോളം നല്ല ജീരകവും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം കൂടി വറുത്ത് കോരി മിക്സർ ജാറിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ മല്ലിയും പെരിഞ്ജീരകമൊക്കെ ഊറ്റക്കയിലിൽ നിന്ന് താഴേക്ക് പോകണേണ്. ഒരു കണക്കിനാണ് കേട്ടോ കോരി എടുത്തത്. ഇനി ആ എണ്ണയിലോട്ട് ഒരു 2 വലിയ സവാള അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് വഴറ്റി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് കൊടുത്ത് പിന്നെ നമ്മൾ അരച്ച് വെച്ചേക്കണ സാമഗ്രികളൊക്കെ ഇല്ലേ അത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് അരച്ചെടുത്തത്. എന്നിട്ട് അതും കൈ കൊണ്ടാണ് വാരിയിട്ടത്. കാരണം കയ്യിൽ കൊണ്ട് എടുക്കാമെന്ന് വെച്ചിട്ട് ഇച്ചിരി കോളം ഉള്ളത് കാരണട്ടേ മിക്സർ ജാറിൽ നിന്ന് പോനില്ല. പിന്നെ ഞാനിതിലേക്ക് കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ വഴറ്റി എന്താണെന്ന് വെച്ചാൽ അടിക്ക് പിടിക്കണ്ടെന്ന് ഓർത്തിട്ടാണ് വഴറ്റി കൊടുത്തത്. ഇനി എല്ലാം കൂടി ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. പക്ഷേ എങ്കിൽ പോലും നമ്മുടെ മിക്സർ ജാറ് കഴുകി അങ്ങോട്ട് കളയണ്ടല്ലോ. അതിലൊരു ഇച്ചിരിക്കോളം വെള്ളം ഒഴിച്ചിട്ട് ആ ജാറൊക്കെ കഴുകിയിട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്ത് എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മൂപ്പിച്ചിട്ട് ഇതിൻ്റെ എണ്ണയൊക്കെ തെളിഞ്ഞ് വരൂലേ അതുവരെ ഒന്ന് വഴറ്റിയതാ ഇതേപോലെ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി ആ കുഴച്ച് വെച്ചേക്കണം ചിക്കനും കൂടി അങ്ങനെ ഇട്ട് കൊടുക്കണം. നമ്മളിതിൽ ഉപ്പൊക്കെ ഇട്ടിട്ടാണ്ട് കുഴച്ചേക്കണം. അതുകൊണ്ട് ഇനി ഉപ്പൊന്നും വാരി ഇട്ടേക്കല്ലേ. അതേപോലെ തന്നെ വെള്ളമൊന്നും കോരി വെച്ചേക്കല്ലേ കേട്ടാ. വെള്ളം കോരി വെച്ചില്ലെങ്കിൽ എന്താണ് ബീഫ് വെക്കുമ്പോഴും ചിക്കൻ വെക്കുമ്പോഴും ഊറ്റപ്പാത്രത്തിൽ ഊറ്റി വെച്ചാൽ പോലും ഇതേപോലെ ഗോദാവരി വെള്ളം പോലെ വെള്ളം ഒരിക്കുമെന്നേ. ഞാൻ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തുറന്നു നോക്കിയപ്പോഴാണ് ഈ അവസ്ഥ കേട്ടാ. പിന്നെ ഒന്നും നോക്കിയില്ല. വരട്ടി എടുക്കണ്ടേ, ഇത് ചിക്കൻ വരട്ടല്ലേ. അപ്പം ഞാൻ ചിക്കൻ മസാല ഇതിലിട്ടിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു ടൈമിലാണ് നമ്മളിതിലേക്ക് ചിക്കൻ മസാല ഇട്ട് കൊടുക്കേണ്ടത്. ഈ ഒരു സമയത്ത് ചിക്കൻ മസാല ഇട്ട് കൊടുക്കുമ്പോഴേ പെരട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അങ്ങനെ പിന്നെ എന്ത് ചെയ്ത് എല്ലാം കൂടി ഇളക്കി കൂട്ടി ഞാൻ വരട്ടി ഇതായി ഈ ഒരു രൂപത്തിൽ എടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ട കയ്യിൽ നിന്ന് അങ്ങനെ വിട്ട് വീഴണം കണ്ട. എൻ്റെ പൊന്നെ പറയാൻ പറ്റില്ല കേട്ടോ. അത്രയും ടേസ്റ്റാണ് ഈ സാധനത്തിന്. പിന്നില്ലേ ഓരോ കഷ്ണങ്ങൾ എടുത്ത് പിറക്കി അങ്ങാട് കഴിക്കുക. അത്രയും ടേസ്റ്റാണ്. പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഉണ്ടാക്കി നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ. പിന്നെ ഞാനിതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ചിക്കനൊക്കെ വാങ്ങിക്കുമ്പോൾ പല രീതിയിലുള്ള ചിക്കൻ ബ്രെഡൊക്കെ ഉണ്ടാക്കി ഇട്ടിട്ടുണ്ട്. അതൊക്കെ ഉണ്ടാക്കി നോക്കുക. അതേപോലെ വീഡിയോ കണ്ടതിന് താങ്ക് യു.